ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുപോലത്തെ സാരി ഗൗണാണ് ചെയ്യുന്നത്. സാരി വെച്ചിട്ടാണ് നമുക്ക് സാധാരണ പ്ലീറ്റ് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. ഇത് നമ്മൾ കസ്റ്റമൈസ് ഉണ്ടോ, നമ്മൾ ഒരാൾക്ക് തയ്ച്ചു കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് പട്ടുസാരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു സാരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ബ്ലൗസൊക്കെ ഉള്ളൊരു സാരിയാണിത്. നമുക്ക് ഇത് ശരിക്കും അവർ മീഷോന്ന് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. ലൈനിങ് ഒക്കെ നമ്മൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സാരി കൊടുക്കുന്ന സമയത്ത് ഞൊറിയൊന്നും പിടിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചുരിദാർ ഇടുന്ന പോലെ ഇടാൻ പറ്റും കേട്ടോ. ആദ്യം തന്നെ മുന്താണിയുടെ ഭാഗത്തില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ നെഞ്ചിൻ്റെ കുത്തുന്നവിടെ 90 ഇഞ്ചിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ സാധാരണ സെറ്റ് മുണ്ടിന് നമ്മൾ ചെയ്യൂലേ, ഒരു നമ്മൾ മേത്ത് വെക്കുന്നതിന് അതിന് 90 ഇഞ്ച്, അതായത് 2.25 മീറ്റർ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള സാരിയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി മുന്താണി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് 90 ഇഞ്ച് അല്ലെങ്കിൽ 2.25 മീറ്റർ. ഇനി ഇതൊക്കെ നമ്മുടെ അളവുകൾ. നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കണം. യോക്ക് വന്നിട്ട് തയ്യൽ തുമ്പോട് കൂടി 18.25, സ്കേർട്ട് തയ്യൽ തുമ്പോട് കൂടി 26 ഇഞ്ച് വരുന്നുണ്ട്. ഇത് ഇത്തിരി കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാണ് ഞാൻ പറഞ്ഞത്. എനിക്കല്ല പറഞ്ഞല്ലോ, കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാണ്. അപ്പം ഞാനിത് നമ്മൾ വെച്ചിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് വെച്ചിങ്ങനെ നോക്കുന്ന സമയത്ത് ഹൈറ്റ് ചെറിയതായിട്ട് തോന്നുന്നത്. യോക്ക് കട്ട് ചെയ്തെടുക്കണം 18 ഇഞ്ച് ലെങ്ത്ത്. 17 18 എടുക്കാം കേട്ടോ. വലിയവർക്കൊക്കെ ഹൈറ്റ് ഉള്ളവർക്ക് 18 എടുക്കാം. അപ്പോൾ 18 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. 18 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി യോക്ക് എടുത്തിട്ടുണ്ട്. ഷോൾഡർ 6 ഇഞ്ച്, ആം ഹോളും 6 ഇഞ്ച്. കാരണം ബ്ലൗസ് പോലെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് വൈദ്യുതി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ചെസ്റ്റിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 12 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സാധാരണ ഈ ഒരു യോക്ക് അമ്പറിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം, അതുപോലത്തെ കട്ടിങ്. പക്ഷെ നമ്മൾ തയ്ക്കണ സമയത്ത് നമുക്ക് കുറച്ച് ടൈറ്റാക്കി തയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ വേസ്റ്റ് ഷേപ്പ് വരുന്നത് 14 ഇഞ്ചിലാണ്. അപ്പം അതിൻ്റെ അവിടെ വണ്ണം കൊടുക്കുന്നത് 11 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ ഈ ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നതെല്ലാം നിങ്ങൾ സാരിയിൽ കട്ട് ചെയ്ത് എടുക്കണം. ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വേസ്റ്റ് 11 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വേസ്റ്റിൻ്റെ 4/1 എൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊടുത്തെടുക്കുക. അപ്പോൾ സാരി ഉണ്ടെങ്കിൽ ഇതുപോലെ ഗൗണൊക്കെ എന്താണെന്ന് പറയുക, ചുരിദാർ പോലെ ഇട്ടിട്ടും പോകാൻ നമുക്ക് അഴിഞ്ഞ് പോകത്തുമില്ല. ശേഷം നമുക്ക് ഇതിൽ വേസ്റ്റിൻ്റെ അവിടെ ശരിക്കും വരുന്നത്, വേസ്റ്റ് കഴിഞ്ഞ് ഹിപ്പിൻ്റെ അവിടെ വരുന്നത് നമുക്ക് 12 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് ഹിപ്പിൻ്റെ അവിടെ വരുന്നില്ല, ഫുള്ളായിട്ട് എടുക്കുന്നില്ല. യോക്കിൻ്റെ ലെങ്ത്ത് 17 അല്ലെങ്കിൽ 18 ഇഞ്ച് ലെങ്ത്ത്. നമുക്ക് നോക്കുക, നമ്മൾ എവിടെയാണോ സാരി കുത്തുന്നത് വയറിൽ, നമ്മുടെ വയറിൻ്റെ അവിടെ ഞൊറി വരുന്ന എവിടെയാണോ അതുവരെയുള്ള, അതായത് എവിടെയാണോ അവിടം വരെയുള്ള ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കേട്ടോ കട്ട് ചെയ്തെടുക്കുക. സൈഡൊന്ന് ചരിച്ച് വെട്ടണം, അല്ലെങ്കിൽ 2 സൈഡും തൂങ്ങിപ്പോവും. അപ്പം നമ്മൾ നോക്കിക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനുമുള്ള യോക്കാണ്. ഇത് നമ്മൾ സാരിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. സാരിയിൽ നിന്നും ബ്ലൗസിൻ്റെ ഭാഗമില്ലേ, ആ ഭാഗത്തൊന്നും വേണം കട്ട് ചെയ്തെടുക്കുക. സാരിയിൽ ഇൻക്ലൂഡിങ് ബ്ലൗസ് പീസുള്ള സാരിയിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാരിയിൽ ബ്ലൗസ് പീസ് വരുന്ന ഭാഗത്താണ് ഇത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്ലീവിന് അപ്പുറത്ത് 4 ഇഞ്ച് പോകും ജോയിൻ ചെയ്യുമ്പോൾ. എന്നിട്ട് നമുക്ക് എത്ര ജോയിൻ, നമുക്ക് കഴുത്ത് എത്ര നോക്കുക. കുറച്ച് വൈഡായിട്ട് കഴുത്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുർത്തിയല്ല, ബ്ലൗസിൻ്റെ ഇതാണ് വരുന്നത്. കുറച്ച് ടൈറ്റ് നല്ല വൈഡൊക്കെ ആകുമ്പോഴേ ഭംഗിയുണ്ട്, അല്ലെങ്കിൽ കുർത്തി അടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്തും ബാക്ക് നെക്കിൻ്റെ ഡെപ്തും ഞാൻ ഇത്തിരി ഒന്ന് കുഴിച്ചെന്നെ എടുക്കുന്നത്. 6 കുഴിച്ചങ്ങോട്ട് എടുക്കുന്നുണ്ട്. 5.25 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ചെയ്ത് വരുമ്പോൾ ഒരു 6.5 കുറച്ച് കൂടി ഇറങ്ങി വരും. നമ്മൾ എന്തായാലും കഴുത്ത് ഇറങ്ങിയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് അതിൻ്റെ മേത്തൂടെ നമുക്ക് മുന്താണിയുടെ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും ഞാൻ ഒരു ഡെപ്ത് എടുത്തു. താല്പര്യമുള്ളവർക്ക് ബാക്ക് പീസിൻ്റെ ഡെപ്ത് കൂട്ടുക കുറയ്ക്കുക എന്താ വെച്ച് ചെയ്യാം. നമുക്കിതും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ സാരി ഗൗണാണ്, വൈറൽ സാരി ഗൗണാണിത്. നമ്മൾ ലാസ്റ്റ് 2 ചെയ്തു. അത് കണ്ടിട്ട് നമുക്ക് റിക്വസ്റ്റ് വന്നതാട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് റിക്വസ്റ്റ് വന്നായിരുന്നു, ഒന്ന് തയ്ച്ചു തരുമെന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ കൈക്കുഴിയുടെ വണ്ണം 11 ഇഞ്ചാണ് വരുന്നത്. അത് മാർക്ക് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്ലീവ് ഇനിയിപ്പോൾ നമ്മൾ സ്കേർട്ട് കണ്ട സ്കേർട്ടെല്ലാം നമ്മൾ 26 ഇഞ്ച് ലെങ്ത് തയ്യൽ തുമ്പോടുകൂടി സ്കേർട്ട് കട്ട് ചെയ്തു. നമ്മൾ സ്കേർട്ടല്ല, നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് ലൈനിങ്, ഇതെല്ലാം ഞാൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. എന്നതിന് ശേഷം മാത്രമാണ് ലൈനിങ് വെച്ചിട്ട് മറ്റത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ
26 ആണെങ്കിൽ ലൈനിങ്ങിൽ ഒരു 4 ഇഞ്ച് കുറയ്ക്കണം കേട്ടോ. അപ്പോൾ 22 ഇഞ്ച് എടുത്താൽ മതി, കാരണം ലൈനിങ് ഇത്തിരി കയറി നിൽക്കണം. പിന്നെ നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തിൻ്റെ ആ ഭാഗം ചേർത്ത് വെക്കുക. അപ്പോൾ അതിനാണല്ലോ നമുക്കിത് സ്കേർട്ടിൻ്റെ ലൈനിങ് വരുന്നത്. സ്കേർട്ട് പോർഷന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ ചരിച്ചെടുക്കാം. അപ്പോൾ ബാക്ക് പീസിൽ നമുക്ക് ഈ ഒരു ലൈനിങ്ങിൽ ഇതിൻ്റെ പോലെ തന്നെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കും, അതായത് സാരിയിൽ നിന്നും. പക്ഷേ ഫ്രണ്ട് പീസിൽ ഇങ്ങനെയല്ല, ഫ്രണ്ട് പീസിൽ ഞൊറി വരും. അതാണ് അതിലെ ഡിഫറൻസ്, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ചിട്ട്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു ലൈൻ കുർത്തിയൊക്കെ തയ്ക്കാൻ അറിയുന്ന ഒരാൾക്ക് ഇത് അടിപൊളിയായി തയ്ക്കാൻ പറ്റും. സൈഡിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് അതും കൂടി കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓണം വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗമാകട്ടെ ഇങ്ങനത്തെ ഒരു സാരി തയ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് നോക്കിക്കേ, ഇത് നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായാലും യോക്കും സ്കേർട്ടും കട്ട് ചെയ്തു. സ്കേർട്ട് ശരിക്കും 26 ഇഞ്ചാണ് ലെങ്ത്ത്. ലൈനിങ് ആയതുകൊണ്ട് ലൈനിങ് ഇത്തിരി കയറി നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ലൈനിങ് തൂങ്ങിക്കിടക്കും. അതുകൊണ്ട് നമ്മൾ ലൈനിങ് ഒരു 4 ഇഞ്ച് കുറച്ചു ലെങ്ത്തിൽ. പക്ഷേ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സ്കേർട്ട് സാരിയിൽ നിന്നും കട്ട് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെയായിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഇതിൽ ബാക്ക് പീസിൽ ഒന്നൊരു ചേഞ്ചസും ഇല്ല. ബാക്ക് സാരിയിൽ നിന്നും കട്ട് ചെയ്യുമ്പോൾ സെയിം പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൽ മാത്രം സ്കേർട്ടിൻ്റെ അവിടെ നമുക്ക് കുറച്ച് തുണി കൂടുതൽ വേണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുന്താണിയിൽ ഭാഗത്ത് നിന്നും 90 ഇഞ്ച് മുന്താണിക്ക് വേണ്ടി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാരിയിൽ ബ്ലൗസ് പീസിൻ്റെ ഭാഗം, അതായത് നമ്മൾ എടുത്ത് കുത്തുന്ന ഭാഗത്ത് ബ്ലൗസ് പീസ് ഉണ്ടല്ലോ, ആ ബ്ലൗസ് പീസിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ നമ്മൾ മടക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നോക്കിക്കേ, അപ്പോൾ സ്കേർട്ടിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഭാഗം ബാക്ക് പീസിൻ്റെയാണ്. ബാക്ക് പീസിൻ്റെ അളവിൽ സ്കേർട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ സ്കേർട്ട് ബാക്ക് പീസിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ബ്ലൗസിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ബ്ലൗസിൻ്റെ ഭാഗത്തു നിന്നും യോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്ക് സൈഡിൻ്റെ മാറ്റി വയ്ക്കുക. ബാക്ക് സൈഡിൻ്റെ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ നിന്നും 4 ഇഞ്ച് ലെങ്ത്ത് മാത്രം കൂട്ടിയിട്ട് ബാക്ക് പീസിൻ്റെ സ്കേർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഫ്രണ്ട് പീസിന് ഇത്രയും ഭാഗം നമുക്ക് കിട്ടും, കാരണം ബ്ലൗസ് പീസിൽ നിന്നും നമ്മുടെ യോക്കിൻ്റെ പോർഷൻ പോകും. ഓക്കെ, പിന്നെ നമ്മൾ എടുത്ത് കുത്തുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ പാവാടയിൽ എടുത്ത് കുത്തുന്ന ആ ഭാഗത്തു നിന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മളുടെ ബാക്ക് പീസാണ്. ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം ഫ്രണ്ടിൽ പ്ലീറ്റായിട്ടും ഫ്രണ്ട് പീസിൽ സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പീസായിട്ടും വരും. അപ്പോൾ അതേ 4 ആക്കി മടക്കി വെച്ച ശേഷം നമുക്ക് 26 ഇഞ്ച് ലെങ്ത്ത് എടുക്കാം. വീതി വന്നിട്ട് മൊത്തത്തിൽ ആ ഉള്ള വീതി എടുക്കുക. കുറച്ച് കൂടുതൽ വീതിന് 5 പ്ലീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എത്ര പ്ലീറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ ഒരു സൈസ് മെഷർമെൻറ്റിൽ അത്യാവശ്യം വണ്ണുള്ള ആളാണ്, പക്ഷേ ഹൈറ്റ് കുറവാണ്. എനിക്ക് മെഷർമെൻറ്റ് വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായത്. കാരണം മൊത്തം ഒരു 48 ഇഞ്ചാണ് അവർ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 48 ഇഞ്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ അത്യാവശ്യം എന്നെപ്പോലെ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഒരു 54 ഇഞ്ചൊക്കെ വേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ആണ്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇനി നമുക്ക് അപ്പോൾ ഉണ്ട്, അത് നിറച്ച് ഉണ്ട്. അപ്പോൾ 48 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലോർ ലെങ്ത്തിൽ തന്നെ ചെയ്യണം സാരി, നമ്മൾ ഗൗണ് പോലെ ചെയ്യരുത്. അപ്പം നമുക്ക് കുറച്ചുകൂടി കൂട്ടി ഇറക്കിയിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് സ്കേർട്ട് കട്ട് ചെയ്ത ശേഷം ബാക്കിയുള്ള ഭാഗമാണത്. ഇതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ 36 ഇഞ്ച് കട്ട് ചെയ്തെടുത്ത് 26 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയില്ലേ സ്കേർട്ടിന്, ബാക്കിയുള്ളത് ഈ സ്ലീവിന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം സ്ലീവിന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഓർത്തു നമ്മുടെ യോക്ക് പ്ലെയിൻ ആയതുകൊണ്ട് സ്ലീവും പ്ലെയിനായ ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ട് ബാക്കി തുണി വന്നതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തു. അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ എടുത്തേനെ, ബ്ലൗസിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ സ്ലീവ് എടുത്തേനെ. പക്ഷേ ഓൾറെഡി കുറച്ച് തുണി ബാക്കി ഇരിപ്പോഴും നമുക്ക് ആ തുണി ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അത് സ്ലീവ് ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും, ഇടുമ്പോൾ ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് സ്ലീവിനങ്ങ് മാറ്റി വെച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്, യോക്കിൻ്റെ സാരിയിൽ നിന്ന് കട്ടെടുത്ത ലൈനിങ്ങിൻ്റെ യോക്കും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാരിയിൽ നിന്നും കട്ട് ചെയ്തെടുത്ത യോക്കും എടുത്തിട്ടുണ്ട്. കണ്ടോ, തിളങ്ങി നിൽക്കുന്നുണ്ട്. അതൊരു തുണിയാണ് നമ്മുടെ സാരിയിൽ നിന്നും ബ്ലൗസ് പീസിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയ യോക്ക് പീസ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് വേണം നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇതാണ് നമുക്ക് സാരിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന യോക്ക് പീസ്. ഇത് നമ്മുടെ എൻ്റെ കയ്യിൽ വെക്കുന്നത് ലൈനിങ് പീസ്. അപ്പോൾ ലൈനിങ് പീസിൻ്റെ മേലെ നമ്മളുടെ സാരിയുടെ നിന്ന് കട്ടെടുത്ത യോക്ക് പീസ് വെച്ചിട്ട് നെക്ക് തയ്ച്ചിട്ട് മറിച്ചിടുക. ഓക്കെ, കുട്ടികൾക്ക് സാധാരണ ഉടുപ്പിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ 2 സൈഡ് നെക്ക് തയ്ച്ച് മറിച്ചിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. സാധാരണ ഒരു അംബ്രല്ല ഗൗണിന് എങ്ങനെ ചെയ്യും അത് തന്നെയാണ് സംഭവം, വേറെ ഒന്നുമില്ല. നമ്മൾ ചെയ്തെടുത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫുള്ളായി ഫിനിഷ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ബാക്കിൻ്റെ സ്കേർട്ട്
എ ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്ക് പീസിൻ്റെ. അതിൻ്റെ മേലെ നമുക്ക് അതിൻ്റെ മെയിൻ പീസ്, സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് മെയിൻ പീസ് എടുത്ത് ഇതുപോലെ വയ്ക്കുക. നല്ല വെച്ച ശേഷം ആ മേൽവശത്തൊന്ന് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചു കൊടുക്കുക. അതായത് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുക തുണിയിൽ. അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് ഇത് കണ്ടോ, ലൈനിങ് ഇറക്കം കുറവാണ്, ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതങ്ങ് ചെയ്തെടുത്ത ശേഷം ഇതങ്ങ് മാറ്റി വെച്ചോളൂ. നമ്മളിപ്പോൾ ലൈനിങ് ബാക്ക് പീസിൻ്റെ ലൈനിങ് ബാക്ക് പീസിൻ്റെ സാരി പീസുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പീസിൽ ശ്രദ്ധിച്ചോളൂ, ഇത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് എടുത്ത് വെച്ച ശേഷം ഇനി ഇതിൻ്റെ ഇതെടുക്കാം. അതായത് കണ്ടോ, ഇതിൽ ഒരുപാട് നമുക്ക് എന്തുണ്ട്, ഒരുപാട് തുണിയുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, നീളം കുറവാണ്, നീളം ആ ഹൈറ്റിനനുസരിച്ച് ആൾക്കുള്ളൂ. അപ്പോൾ 2 സൈഡും നമ്മൾ ലൈനിങ്ങിൻ്റെ 2 അറ്റത്തായിട്ട് സാരിയുടെ 2 സൈഡ് വെക്കുക. ഓക്കെ, മുന്താണിയുടെ ഭാഗം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെക്കുക. ബാക്കി നോക്കിക്കേ, ബാക്കി ഇവിടെ കുറേ തുണി ഇരിപ്പുണ്ട് നടുക്ക്. ബാക്കി ഇതിന് മെഷർമെൻറ്റ് എടുത്തിട്ടില്ല, ബാക്കി തുണി മൊത്തം ഞാൻ എടുത്തിരിക്കുക കേട്ടോ, അളവ് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അളവ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി തുണിയുടെ അതെല്ലാം നമുക്ക് പ്ലീറ്റിലേക്ക് ഇട്ടേക്കാം. ഇതിൻ്റെ സെൻറ്റർ, ലൈനിങ്ങിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ വേണമല്ലോ, നമ്മുടെ വയറിൻ്റെ ബെല്ലി ബട്ടൻ്റെ അവിടെയാണല്ലോ നമുക്ക് സാരിയുടെ ഞൊറി വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാനിതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഉണ്ട്, ഒരുപാട് തുണി ഇരിപ്പുണ്ട്. അപ്പോൾ 2 സൈഡും നമ്മളൊന്ന് അടിച്ചെടുത്തപ്പോൾ ഇത്രയും ബാലൻസ് നമ്മളുടെ പട്ടുസാരിയിൽ നിന്നും ഇത് കണ്ടോ, ഇത്രയും തുണി നമുക്ക് വരുന്നുണ്ട്. അത് നോക്കിക്കേ, കണ്ടോ, ഒരുപാട് തുണി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ തുണി ഇതെല്ലാം നമ്മൾ പ്ലീറ്റ് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്ലീറ്റിൻ്റെ വീതി കുറച്ചെങ്കിൽ ഒരുപാട് പ്ലീറ്റ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ആ ചോക്ക് കൊണ്ട് വരച്ച സെൻറ്ററില്ലേ, അവിടെയാണ് നമ്മുടെ പ്ലീറ്റ് കറക്റ്റായി നിൽക്കേണ്ടത്. അപ്പോൾ ഞാനത് നോക്കിക്കേ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ് അങ്ങോട്ട് എടുത്തിട്ട് കറക്റ്റായിട്ട് എത്ര പ്ലീറ്റ് വേണം അത് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് കൂട്ടിച്ചേർത്ത് അടിക്കുക. ലൈനിങ്ങുമായിട്ട് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച് പ്ലീറ്റ് എടുത്തിട്ട് ഇപ്പം ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ആക്കേണ്ടതുണ്ട് കേട്ടോ. അയൺ ചെയ്ത് സെറ്റൊന്നും ആക്കിയിട്ടില്ല, കാരണം നമുക്ക് തയ്ച്ചേണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരും. ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരും. അപ്പോൾ നോക്കിക്കേ, കണ്ടോ, ഇത്രയും ഞൊറികൾ അതിൽ വന്നു കഴിഞ്ഞു. ലൈനിങ്ങും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ നമ്മുടെ യോക്ക് പോർഷനിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസിൻ്റെ യോക്കിൽ ഫ്രണ്ട് പീസിൻ്റെ എന്ത് വെക്കണം, ഈ ഒരു പ്ലീറ്റ് വരുന്ന സ്കേർട്ട് വെക്കാം. ബാക്ക് പീസിൻ്റെ സ്കേർട്ട് വെച്ചെടുക്കാം. അപ്പോൾ അത് 2 സൈഡും കൂടി വെച്ച് ചെയ്തെടുക്കുക. ഇനിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ ഞൊറി നമ്മൾക്ക് മുന്താണി അവിടെ അറ്റാച്ച് ചെയ്യാമെന്നാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ ഈ ഒരു യോക്കിൽ ഇതങ്ങോട്ട് പിടിപ്പിച്ചെടുക്കുക. ബാക്ക് പീസിന് ബാക്ക് പീസ്, ഫ്രണ്ട് പീസിന് ഫ്രണ്ട് പീസുമായിട്ട് പിടിപ്പിച്ചെടുത്ത് കൊണ്ടുവരാം ഞാൻ. കണ്ടോ, ഇതങ്ങോട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. സ്ലീവൊക്കെ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അയൺ ചെയ്തിട്ടൊന്നുമില്ല, സെറ്റാക്കിയിട്ടില്ല, കാരണം പണി തീർന്നിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് 2 സൈഡ് കൂട്ടിയടിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞു 90 ഇഞ്ചിൽ മുന്താണി നമുക്ക് കട്ട് ചെയ്തെടുക്കും. ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതെൻ്റെ ഹൈറ്റിലല്ല, നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ട് എൻ്റെ സൈസല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇറക്കൊന്നും നോക്കാൻ നിൽക്കണ്ട, ലെങ്ത്ത് നോക്കണ്ട. ഞാൻ ആദ്യം കാണിച്ചില്ലേ, അത് തന്നെ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളെ മുന്താണി നിന്ന് കത്തിട്ട് ചെയ്തെടുത്തിട്ട് 2 അറ്റൊന്നും മടക്കി അടിച്ചിട്ടുണ്ട്. 90 ഇഞ്ചെങ്കിലും വേണം. ഇത്തിരി കൂടുതൽ വണ്ണമുള്ളവർ 95 എങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ 2 അറ്റവും മടക്കി അടിച്ചിട്ടുണ്ട്. ഈ ഒരു പീസ് സാരിയിൽ മുന്താണിയിൽ നിന്നും നമ്മൾ 90 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഞൊറി കണ്ടോ, നിങ്ങൾ ഞൊറി കണ്ടല്ലോ, കണ്ടോ, ഇത് നമ്മൾ നല്ല ഷേപ്പ് ചെയ്തിടണം കേട്ടോ. നമ്മൾ അത് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ചേർത്ത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇത് വരും. കണ്ടോ, നമ്മളവിടെ തയ്ച്ചു കൊടുക്കുക, ഈ രീതിക്ക് വരും. ഇനി നമുക്ക് പ്ലീറ്റ് എടുക്കാം. അപ്പോൾ ഇതൊന്നും സെറ്റാക്കിയിട്ടില്ല, നമ്മൾ 2 സൈഡ് കൂട്ടിയടിച്ചിട്ടില്ല. കൂട്ടിയടിക്കുന്ന മുന്നേ നമുക്ക് ഈ ഒരു മുന്താണിയുടെ വശം ഇവിടെ വരണം. കണ്ടോ, ഇവിടെ വേണമെങ്കിൽ ഇവിടെയും വെക്കാം കേട്ടോ, ഏത് സൈഡും വെക്കാം. ഒന്നുമില്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇവിടെ വെക്കാം. ഇവിടെ വെക്കുമ്പോൾ വലിയുമ്പോൾ ഞൊറി ഒന്ന് വലിഞ്ഞു പോവും, പക്ഷേ അപ്പുറത്തെ സൈഡ് വെക്കുമ്പോൾ ആ പ്രശ്നമില്ല. അപ്പം ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പോൾ നല്ല ഷേപ്പ് വന്നിട്ടുണ്ട്. നോക്കിക്കേ, നടുക്ക് നിറച്ച് ഞൊറി വന്ന് ഇതെനിക്ക് ഇട്ട് നോക്കാൻ പറ്റില്ല, കാണിച്ചു തരാൻ പറ്റില്ല. നമ്മൾ പുറത്തേക്ക് ആർക്ക് തയ്ച്ചു കൊടുക്കുന്ന ഡ്രസ്സ് നമ്മൾ ഇട്ട് നോക്കുന്നത് ശരിയല്ല. പിന്നെ ഇത് ഈ എൻ്റെ കയ്യിലുള്ള ഡമ്മിയിൽ ഇത് ഇടാൻ പറ്റില്ല. സാധാരണ പ്ലാസ്റ്റിക് ഡമ്മി ആയതുകൊണ്ട് അതിന് സ്ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നിൽക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ താഴത്ത് വെച്ച് കാണിച്ചത്. കണ്ടോ, ഞൊറി നല്ല അടിപൊളിയായിട്ട് ഞൊറി നിൽക്കുന്നുണ്ട്. നമുക്ക് കണ്ടോ, അടിപൊളിയായിട്ടേ അതിൽ ഓൾറെഡി മുന്താണി അറ്റാച്ച്ഡ് ആണ്. അപ്പം ഞാൻ കാണിച്ച വെർഷൻ ഇതുപോലത്തെ ഒരു വെർഷൻ തന്നെയാണ് ഇതിലേക്ക് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ഉണ്ടാകും നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, വേണ്ടവർ ചെയ്ത് നോക്കുക. ഫുൾ കട്ടിങ് സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ. താങ്ക് യു.